അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വി ആർ സോ ഹാപ്പി. അവൻ ഫൈനലി ഈസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. അവൻ്റെ ക്യാരക്ടർ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. മീൻസ് എല്ലാവരുടെയും പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഇൻട്രോവേർട്ടാണ്, പക്ഷെ നമ്മുടെയൊക്കെ മുന്നിൽ ഫുള്ള് ആൾ സെറ്റാണ്. അവൻ്റെ മെയിൻ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഹീസ് എ പെറ്റ് ലവർ. ചെറുപ്പത്തിൽ മുതലേ എന്താ പറയുക, പുറത്ത് പോയിട്ട് ഇവിടെ വല്ല എട്ടുകാലിനെയോ പച്ചത്തുള്ളനെയോ എന്തിനെ കിട്ടിയാലും അത് എടുത്തിട്ട് വന്നിട്ട് വീട്ടിനുള്ളിൽ കുപ്പിയിൽ കൊണ്ടിടുന്ന സ്വഭാവമാണ്. പിന്നെ ലൈഫ് ടൈം അവനിപ്പോൾ ഒരു 28 years ആയി. അപ്പം ഞാൻ കുഞ്ഞിലേ അവൻ ജനിക്കുമ്പോൾ ഞാനൊരു ഐ തിങ്ക് 2nd standard ആയിരുന്നു. അപ്പം മുതലേ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണം കഴിക്കാനായിന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും ആ ഒരു ലിറ്റിൽ ബ്രദർ എന്നുള്ള ഒരു ഇതായിരുന്നു അവനുണ്ടായത്. ഫൈനലി ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, അങ്ങനെ കുഞ്ചൂസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പം എന്താണ് നമുക്ക് കല്യാണം കഴിഞ്ഞാലെങ്കിലും കുറച്ച് ബുദ്ധി വരുമെന്ന് വിചാരിക്കുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് അവള് നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും നമുക്കില്ല. നിനക്കുണ്ടോ? എനിക്ക് ഒട്ടുമില്ല. പിന്നെ സൂരജിന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്. എൻ്റെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചുണ്ടാവുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഞാൻ മിസ് ചെയ്യുന്നല്ലോണം. 2024 എൻ്റെ മാരേജ്. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും അവളുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു സിസ്റ്റർ എന്നുള്ള ആ ഒരു ബോണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. ആശുവിൻ്റെ വകയും ഏട്ടത്തിൻ്റെ വകയും ഹാപ്പി മാരീഡ് ലൈഫ്. Come on.
പറഞ്ഞ പോലെ ഏകദേശം നമ്മൾ 5 വയസ്സ് ഡിഫറൻസിലാണ്. അപ്പോൾ ആ ഒരു സമയം ഇവൾ ജനിക്കുന്ന ഒരു ടൈം ഞാൻ അമ്മേനോട് ഇങ്ങനെ അനിയത്തീൻ്റെ ഒരു അനിയത്തി വേണമെന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. അപ്പോൾ അതുപോലെ എനിക്കൊരു അനിയത്തീനെ കിട്ടി. അവൾ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ടീവാണ്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ മെമ്മറബിളാണ്. എൻ്റെ പ്രിയ അനിയത്തിക്കും സൂരജിനും വരനും എൻ്റെ എല്ലാവിധ ആശംസകളും.